ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. നമ്മുടെ റോഡ് ടു MSc MLT 2021 എന്ന കൺസെപ്റ്റിലെ മൂന്നാമത്തെ, അതായത് മൈക്രോബയോളജി സബ്ജക്റ്റ് വൈസ് റിവിഷനിലെ മൂന്നാമത്തെ പാർട്ട്, മൈക്രോബയോളജിയിലെ മൂന്നാമത്തെ പാർട്ടാണിത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു എക്സാമിൽ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, PSC ആവട്ടെ, MS എൻട്രൻസ് ആവട്ടെ, അത് DHA ആവട്ടെ, മറ്റേ എന്തുമാവട്ടെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. സോ ഹിയർ വി ഗോ. മൈക്രോബയോളജി MCQ പാർട്ട് 3. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ഇൻ മൈക്രോസ്കോപ്പി ഈസ് സീൻ ഇൻ ഓപ്ഷൻ A Clostridium tetani, ഓപ്ഷൻ B Yersinia pestis, ഓപ്ഷൻ C Bacillus anthracis and ഓപ്ഷൻ D Haemophilus influenzae. ആൻസർ ഈസ് Bacillus anthracis. അതിൻ്റെ സ്പെഷ്യൽ അപ്പിയറൻസ് അഗെയിൻ ലാസ്റ്റ് MCQയിൽ ഡിസ്കഷൻ്റെ ആ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈസ്, സ്ട്രക്ചർ, കോളനി ക്യാരക്ടർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും, സ്പെഷ്യൽ ആയിട്ടുള്ളത്. ഈ ബാസിലസ് ആന്ത്രാസിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന് മാത്രം ബേസ് ചെയ്ത് ചോദിക്കാം. ഇറ്റ് ഈസ് എ ഫസ്റ്റ് പത്തോജനിക് ബാക്ടീരിയം ഐസൊലേറ്റഡ് ഇൻ കൾച്ചർ എന്ന് തുടങ്ങി ഈ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ്, ഇതിൻ്റെ ക്യാപ്സ്യൂളിന് പോളിപെപ്റ്റൈഡ് നേച്ചറാണ്. അതുപോലെ തന്നെ മെഡൂസ ഹെഡ് അപ്പിയറൻസ് ഇൻ അഗാർ, that is in their colony, and string of pearls appearance in penicillin agar. ഇതെല്ലാം നമ്മുടെ ഈ ബാസിലസ് ആന്ത്രാസുമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മക്ഫൈഡൻ റിയാക്ഷൻ, അസ്കോളിസ് തെർമോ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്, തന്നെ ഇതിൻ്റെ പത്തോജനസിസിൽ, അതായത് ഇത് ഉണ്ടാക്കുന്ന അസുഖങ്ങളിൽ വൂൾ സോർട്ടർ സിൻഡ്രോം, ഹൈഡ് പോർട്ടർ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ആന്ത്രാസിനെ ബേസ് ചെയ്ത് പറയാനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു MCQയിൽ ബാക്ടീരിയോളജിയിൽ വിട്ടുപോകാത്തൊരു, വിട്ട് കളയരുതാത്ത ഒരു ഓർഗാനിസമാണ് ബാസിലസ് ആന്ത്രാസിസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഹിയർ ആൻസർ ഈസ് ബാസിലസ് ആന്ത്രാസിസ് ബിക്കോസ് ഇറ്റ് ഹാവിംഗ് ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ദി ലാർജസ്റ്റ് pathogenic bacteria too. Next question is maximum size is attained in dash of bacterial growth curve. Option A lag phase, option B log phase, option C stationary phase, option D phase of decline. ഇതും നോക്കൂ, ഇത് കഴിഞ്ഞ റിവ്യൂവിലും നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് കർവിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവിടെ ചോദിച്ചത് സ്പോർസ് ഏത് പാർട്ടിലാണ് ഫോം ചെയ്യുന്നത്, സ്റ്റേഷനറി ഫേസിലാണെന്ന് പറഞ്ഞു. ഇവിടെ അന്നേരം ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഓരോ ഫേസിലും എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ചോദിക്കും. ഇവിടെ മാക്സിമം സൈസ് ഏത് പാർട്ടിലാണ് അറ്റൈൻ ചെയ്യുന്നത്? ആൻസർ ഈസ് ലാഗ് ഫേസ്. അഡാപ്റ്റിംഗ് ടു ദി ന്യൂ കണ്ടീഷൻ ബാക്ടീരിയ വിൽ ഇൻക്രീസ് ദെയർ സൈസ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻവല്യൂഷൻ ഫോംസ് ഡിക്ലൈൻ ഫേസിലാണ് ഉണ്ടാവുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്. Now third one, Diane staining is used to demonstrate option A rickettsia, option B treponema, option C mycoplasma, option D chlamydia. The answer is mycoplasma. ആ മൈക്രോപ്ലാസ്മയിൽ നമ്മൾ വളരെ ഒരു പിക്ചർ നോക്കി നമുക്ക് മനസ്സിലാവും, ഒരു ഫ്രൈഡ് എഗ് അപ്പിയറൻസ് ആണ് ഡയൻസ് ഫിനോമിന വരുന്നത്. മൈക്രോപ്ലാസ്മയുടെ കോളനി വളരെ ചെറുതാണ്, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് മൈക്രോപ്ലാസ്മയ്ക്ക് നമ്മൾ ഡയൻ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. റിമെമ്പർ, ഡയൻ സ്റ്റെയിനിങ് ആൻഡ് ഡയൻസ് ഫിനോമിന ചോദിക്കാം. ഡയൻസ് ഫിനോമിന കാണിക്കുന്നത് പ്രോട്ടിയസും, ഡയൻ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് മൈക്രോപ്ലാസ്മ ന്യൂമോണിയയ്ക്കുമാണ്. Now next question, Anton test is used for the diagnosis of option A Haemophilus, option B Listeria, option C Yersinia, option D Nocardia. Answer is Listeria monocytogenes. Anton test. ഈ ആൻറ്റൺ ടെസ്റ്റിൽ നമ്മൾ ഒരു റാബിറ്റിൻ്റെ ഐയിലേക്ക് സാമ്പിൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ കെരാറ്റൈറ്റിസ് വരികയാണെങ്കിൽ ദാറ്റ്സ് പോസിറ്റീവ്. അതുപോലെ തന്നെ സെറീനീസ് ടെസ്റ്റ്, അങ്ങനെ കുറച്ച് നമ്പർ ഓഫ് ഇൻട്രാഡെർമൽ ടെസ്റ്റുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പല ഓർഗാനിസത്തിനും. അത് നമ്മൾ നോട്ട് ഔട്ട് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ സെറീനി ടെസ്റ്റ്. സെറീനി ടെസ്റ്റ് നമ്മുടെ ഈക്കോളയുടെ ചില ഡിഫറെൻറ്റ് ഫോംസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഷിഗല്ലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ഈക്കോളെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സെറീനി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. Now clue cells are diagnostics of option A bacterial vaginosis, option B syphilis, option C gonorrhea, option D YAS. The answer is bacterial vaginosis. Bacterial vaginosis epithelial cellsന്റെ സൈഡിലായിട്ട് നമ്മുടെ ഗാർഡനല്ല വജൈനാലിസ് അറ്റാച്ച് ചെയ്തിരിക്കും. കോമൺലി ആ ഒരു ഓർഗാനിസം ആണ് കാണുന്നത്, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ബാക്ടീരിയ അറ്റാച്ച് ചെയ്തിരിക്കും വജൈനൽ എപ്പിത്തീലിയൽ സെൽസിനകത്ത്. ആ ഒരു ഫ്ലൂയിഡിനകത്ത് നമുക്ക് മൈക്രോസ്കോപ്പിൽ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ക്ലൂ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ടാകുന്ന ഒരു കോമൺ ഓർഗാനിസം ആണ് ഗാർഡനല്ല വജൈനാലിസ്. അതിനെപ്പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ക്യാമ്പ് ടെസ്റ്റ് പോസിറ്റീവായിട്ടുള്ളൊരു ഓർഗാനിസം കൂടിയാണത്. ആൾസോ ഇറ്റ് ഷോസ് നെഗറ്റീവ് സാറ്റലൈറ്റിസം.
Now, sixth one, Pontiac fever is caused by option A, Pseudomonas, option B, Aikenella, option C, Moraxella, option D, Legionella. The answer is Legionella. So, Legionella Pontiac fever ഉണ്ടാക്കുന്നത്. Pontiac fever usually transmit ചെയ്യുന്നത് എയർ കൂളേഴ്സ് വഴിയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്, ഇൻഹലേഷൻ വഴി എയർ കൂളേഴ്സ് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ളത്, ലിജിയോണലസ് ഡിസീസ് ആൻഡ് പോണ്ടിയാക് ഫീവർ. Now, seventh one, cat scratch disease is caused by option A, Spirometapus, option B, Streptobacillus moniliformis, option C, Bartonella hensale, option D, Coxiella burnetii. The answer is Bartonella hensale. റിക്കറ്റ്സിയ ഫാമിലിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാറ്റ് സ്ക്രാച്ച് ഡിസീസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാർട്ടോണല്ല ഹെൻസൽ. അതിൽ തന്നെ വരുന്ന വേറൊരു ഡിസീസാണ് കാരിഗൻസ് ഡിസീസ്. എവിടെ ഉണ്ടായി? ദാറ്റ് ഈസ് ആൾസോ. ദെൻ ട്രെഞ്ച് ഫീവർ കോസ് ചെയ്യുന്നത് റിക്കറ്റ്സിയ ക്വൻറ്റാന എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിക്കറ്റ്സിയ. Now, LCL bodies are found in option A, trachoma, option B, LGV, option C, pneumonia, option D, psittacosis. The answer is psittacosis. Psittacosis കാണുന്ന നമ്മുടെ ബിക്കോസ് ഈ ഒരു ഓർഗാനിസംസ് എല്ലാം വരുന്നത് നമ്മുടെ വൈറസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ക്ലമീഡിയ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് വരുന്നത്. സോ ദിസ് ആർ ഇൻട്രാസെല്ലുലാർ ഇൻ നേച്ചർ. സോ അവർ ഉണ്ടാക്കുന്ന ഒരു ഇൻക്ലൂഷൻ ബോഡിയാണ് LCL ബോഡി എന്ന് പറയുന്നത്. Now, Bollinger body, again an intracellular body. Bollinger body are seen in option A, chickenpox, option B, foulpox, option C, smallpox, option D, monkeypox. The answer is foulpox. Bollinger bodies കാണുന്നത് foulpoxിലാണ്. Guandry bodies ആണ് നമ്മുടെ smallpoxിൽ കാണുന്നത്. Now, 10th question, hemolytic uremic syndrome is caused by EHEC O157H7, E. coli O104H4, ETEC O6, EIEC O28. ഞാൻ ഫുൾ ഫോം പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, സാധാരണ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. നമ്മൾ ആ ഫുൾ ഫോം പഠിച്ചു വന്നത്. എൻട്രോ ഹെമറാജിക് ടൈപ്പ്, എൻട്രോ ടോക്സിജനിക് ഈക്കോളെ, എൻട്രോ ഇൻവേസീവ് ഈക്കോളെ, അങ്ങനെ അതിൻ്റെ ഓരോരോ സെറോ ടൈപ്പുകളാണ് ഈ ഓരോ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ എൻട്രോ ഹെമറേജിക് ഈക്കോളെ O157H7 എന്ന് പറയുന്ന സെറോ ടൈപ്പാണ് ഹിമോളിറ്റിക് യുറീമിക് സിൻഡ്രോം ഉണ്ടാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ that is E. coli ഈ classification. We have enterotoxigenic E. coli, we have enteroinvasive E. coli, we have enteropathogenic E. coli. അങ്ങനെ ഓരോരോ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഓരോന്നും ചില സ്പെസിഫിക് കാര്യങ്ങൾ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ എൻട്രോ ഹെമറേജിക് E. coli ആണ് O157H7 ഹീമോളിറ്റിക് യുറീമിക് സിൻഡ്രോം ഉണ്ടാക്കുന്നത്. എൻട്രോപത്തോജനിക് E. coli അല്ലെങ്കിൽ എൻട്രോടോക്സിനിക് ഈക്കോളെ സിമിലർ ടു ദാറ്റ് ഓഫ് കൊളറ ഇൻഫെക്ഷൻ പോലുള്ള ടോക്സിൻസ് ഉണ്ടാക്കും. അതിൻ്റെ ഏകദേശം സെയിം ക്യാരക്ടേഴ്സും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ വേറൊരു സ്ലൈഡിൽ വേറൊരു സെഷനിൽ ക്വിക്ക് റിവ്യൂ ഓൺ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ് ഫസ്റ്റ് നിപ്പ വൈറസ് ഔട്ട്ബ്രേക്ക് വാസ് റിപ്പോർട്ടഡ് ഇൻ ഓപ്ഷൻ എ ബംഗ്ലാദേശ്, ഓപ്ഷൻ ബി സിംഗപ്പൂർ, ഓപ്ഷൻ സി മലേഷ്യ, ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ദി ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഔട്ട്ബ്രേക്ക് വാസ് റിപ്പോർട്ടഡ് ഇൻ മലേഷ്യ. മലേഷ്യയിൽ തന്നെ ഒരു നഗരമാണ് ഈ നിപ്പ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ നിപ്പ വൈറസിന് കൊടുത്തത്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. നമ്മൾ അതിനെ സക്സസ്ഫുള്ളി ഡിഫെൻഡ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇത് ലാസ്റ്റ് ഇയറിൽ ചോദിച്ചതാണ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. Next question, the gold standard test for leptospira serology is option A, immunofluorescence antibody test, option B, microscopic agglutination test, C, lepto IgM dipstick, option D, lateral flow assay. The answer is microscopic agglutination test, and that is called as to be gold standard test in leptospira serology. ഇത്തരത്തിൽ ഗോൾഡ് സ്റ്റാൻഡേർഡുകൾ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന സ്പൈറോക്കിറ്റിന് മാത്രമല്ല, പക്ഷെ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഓർഗാനിസമാണ് നമ്മുടെ സിഫിലിസ് ഉണ്ടാകുന്ന ട്രിപ്പോനിമ പല്ലീഡം. അതിന് തന്നെ 3 ടെസ്റ്റ് ഉണ്ട്. സ്റ്റാൻഡേർഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഉണ്ട്, പ്രിലിമിനറി സ്ക്രീനിങ് ടെസ്റ്റുകളായിട്ടുള്ള VDRL ഉണ്ട്, RPR ഉണ്ട്, ദെൻ റെഫറൻസ് ടെസ്റ്റ് ആയിട്ടുള്ള ദാറ്റ് ഈസ് FTA-ABS ഉണ്ട്, ദി മോസ്റ്റ് ആക്യുറേറ്റ് ടെസ്റ്റ് ആയിട്ടുള്ള ദാറ്റ് ഈസ് ട്രിപ്പോനിമ പല്ലീഡം ഇമ്മൊബിലൈസേഷൻ ടെസ്റ്റ്. അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. Now the herd immunity is not effective for option A measles, option B rubella, option C polio, option D rabies. A very simple answer is rabies. Herd immunity എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ പീപ്പിൾ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലെ മെജോറിറ്റി ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ഡിസോർഡറിനെതിരെ ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷനാണത്. പക്ഷേ അതിനുള്ള
അത് റേബിസിൽ ഒരിക്കലും ബാധകമാവുന്നില്ല. കാരണം റേബിസ് ഒരു സൂണോട്ടിക് ഡിസീസാണ്. ഒരു നായയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അത്തരത്തിലുള്ള അസുഖമുള്ള ഒരു വന്യജീവിയോ മറ്റോ കടിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്ര ഇമ്മ്യൂണിറ്റി, നമ്മൾ എത്ര പേര് അതിനകത്ത് റേബിസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കടിക്കുന്നതിനനുസരിച്ചിരിക്കും. സോ വി കനോട്ട് പ്രൊട്ടക്ട് ഇറ്റ് ബൈ മീൻസ് ഓഫ് എ ഹെർഡ് ഇമ്മ്യൂണിറ്റി. 14. The technique is used to study post-translation modification and detect carbohydrate epitopes. Southern blot, northern blot, western blot, eastern blot. These are the options. The answer is eastern blot. Southern blot നമുക്കറിയാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, that is for detection of the DNA fragments. Northern blot is used for the detection of RNA fragments. And western blot is used for the detection of proteins. And now eastern blot is usually, that is again RNA with the carbohydrate epitopes. And now luminol and acridinium ester is used in option A IFA, option B CLIA, option C alpha, option D ELISA. So in expand ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും luminol, that is luminescence. The answer is CLIA, chemiluminescence immunoassay. So IFA immunofluorescence assay, that is alpha എന്ന് പറയുമ്പോഴത്തേക്ക് enzyme linked fluorescence assay, ELISA enzyme linked immunosorbent assay. And now CLIA, that's the answer, chemiluminescence immunoassay. So very simple. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് അതാണ്. ഫുൾ ഫോമുകൾ മാറ്റിയിട്ട് കോമൺ ആയിട്ടുള്ള ഷോർട്ട് ഫോംസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെ ഇത്തരത്തിൽ ഡീപ്പായിട്ട് നമ്മുടെ എഴുതുന്ന ആളിന് അറിയാമോ എന്നുള്ളതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 16. Antimicrobial agent act on cytoplasmic membrane is option A bacitracin, option B clindamycin, option C vancomycin, option D polymyxin B. The answer is polymyxin B. Now 17. Leprosy. Okay, leprosy is spread through contaminated food, contaminated water, insects, nasal secretions. The answer is nasal secretions. 18. Name of a psychrotropic bacterium. Option A Listeria monocytogenes, option B Vibrio cholerae, option C E. coli, option D Staphylococcus aureus. The answer is Listeria monocytogenes. മുമ്പുള്ള ഒരു സെഗ്മെന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, cold enrichment is used for isolating Listeria monocytogenes from the samples, because they can, psychrotropic means they can grow at a very low temperature. So they can grow at a low temperature in refrigerator temperature of 2 to 8 degrees Celsius. So that's very important. And Stanley, Pruiser and colleagues identified option A virions, option B viroid, option C Helicobacter pylori, option D prions. They detect prions, protein sac, abnormal protein sac. They are very high much resistant to majority of the disinfectant procedures, and they can produce mad cow disorder and other brain damaging, that is spongiform encephalitis. Which of the following, last question, which of the following is a characteristics of staining Yersinia pestis? Bipolar staining, gram variable staining, polychromatic staining, negative staining. The answer is bipolar staining. Yersinia ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, they having bipolar staining. ഇതിന് വേറൊരു പേരും കൂടി പറയും, പിൻ, സേഫ്റ്റി പിൻ അപ്പിയറൻസ് ഓൺ സ്റ്റെയിനിങ്. നമ്മൾ ഈ പിക്ചർ ശ്രദ്ധിച്ചറിയാം, ആൾമോസ്റ്റ് ലുക്ക് ലൈക്ക് എ സേഫ്റ്റി പിൻ. സോ സേഫ്റ്റി പിൻ ഈസ് ഇക്വലന്റ് ടു ബൈപോളാർ സ്റ്റെയിനിങ്. സോ അങ്ങനെ ഈ രണ്ടായിട്ടും ഇത് ചോദിക്കും. ചിലപ്പോൾ ബൈപോളാർ സ്റ്റെയിനിങ് ഉണ്ടാകുന്നത്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബൈപോളാർ സ്റ്റെയിനിങ്. മറ്റൊരു ക്വസ്റ്റൻ ആയിരിക്കും ഏത് ഓർഗാനിസം, താഴെ ഏത് ഓർഗാനിസം ആണ്, ദി ഫോളോവിംഗ് ഓർഗാനിസം ഷോസ് സേഫ്റ്റി പിൻ അപ്പിയറൻസ് ഇൻ മൈക്രോസ്കോപ്പി. ദി ആൻസർ ഈസ് Yersinia. So that's all about the 20 questions in MCQ part 3 of microbiology. നമ്മളിനി അടുത്തതിൽ ഇനി 2-3 പാർട്ട് കൂടി മൈക്രോബയോളജി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബയോകെമിസ്ട്രി, അത് കഴിഞ്ഞിട്ട്